ഹായ്, ഐ എം അഫ്ര, തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ് അറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. ഈ തേർഡ് ഇയർ എന്ന് പറഞ്ഞ അവസാനം തേർഡ് ഇയർ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ക്ലാസ്സും പോസ്റ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ എലക്ടീവ്സ് ആണ്. എലക്ടീവ്സ് എന്ന് വെച്ചാൽ MBBSൽ ഒരു 4 വീക്സ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ സബ്ജക്ട് ചൂസ് ചെയ്ത് അതിൽ പോസ്റ്റിംഗിന് കയറാം. ഈ ഇഷ്ടമുള്ള എലക്ടീവ്സ് ചൂസ് ചെയ്യുന്നതിന് കുറച്ച് നിബന്ധനകൾ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഇയറിലെ റാങ്ക് വെച്ചിട്ടാണ് നോൺ ക്ലിനിക്കൽ സബ്ജക്ട് എടുക്കുക. അതുപോലെ സെക്കൻഡ് ഇയർ റാങ്ക് വെച്ചിട്ടാണ് ക്ലിനിക്കൽ ചൂസ് ചെയ്യുക. ഈ 2 റാങ്ക് കൊണ്ടും UG ലൈഫിൽ ഈ ഒരു യൂസേജ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബൈ ദ വേ, നോൺ ക്ലിനിക്കൽ സബ്ജക്ട് ഞാൻ ചൂസ് ചെയ്തത് മൈക്രോബയോളജി ആയിരുന്നു. അതിൽ തന്നെ ഹാൻഡ് ഹൈജീൻ ഓഡിറ്റ്, ഹോസ്പിറ്റലും വാർഡിലും ICUലും പോയി അവിടെയുള്ള ഡോക്ടർമാരും നഴ്സുമാരൊക്കെ പ്രോപ്പറായി ഹാൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ഓഡിറ്റ് നടക്കണം. ഇതിനൊക്കെ പ്രത്യേക WHO ഗൈഡ് ലൈൻസും ഉണ്ട് കേട്ടോ. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 2 വീക്സ് മൈക്രോബയോളജി പോസ്റ്റിംഗ്, റിഫ്ലക്ഷനും ഡോക്യുമെന്റ്സും സബ്മിഷനും ഉണ്ടാവും. ഇനി ഞാൻ എടുത്തൊരു ക്ലിനിക്കൽ സബ്ജക്ട് ഒരു വെറൈറ്റി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. നമുക്ക് UGയിൽ എക്സ്പോഷർ കിട്ടാത്തൊരു ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് ഞങ്ങൾ ശരിക്കും തിയറി പ്രാക്ടിക്കൽ ആക്കാൻ തുടങ്ങിയത്. ഓങ്കോ സർജറി വിശേഷങ്ങൾ ഇനി വരാൻ പോണേ ഉള്ളൂ കേട്ടോ. എന്താണെങ്കിലും എടുത്ത 2 എലക്ടീവ്സും അടിപൊളിയായിരുന്നു. അങ്ങനെ ഇനിയൊരു എക്സാം യുഗത്തിലേക്കാണ് കടന്നു പോകുന്നത്.